Good morning, students. Now we are moving into the third chapter, that is the structural organization in animals. This chapter has two parts. One, the animal tissue, and second, the morphology of cockroach. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൂന്നാമത്തെ ചാപ്റ്ററാണ്, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ. അതിൽ രണ്ട് പാർട്ടാണുള്ളത്. ഒന്ന്, ഫസ്റ്റ് പാർട്ട് ആനിമൽ ടിഷ്യൂ, ദി ഡിഫറെൻറ്റ് ടിഷ്യൂസ് പ്രസൻറ്റ് ഇൻ ആനിമൽസ്. സെക്കൻഡ് ഈസ് ദി മോർഫോളജി ഓഫ് കോക്രോച്ച്, morphology and anatomy of cockroach. We are discussing the focus area of this chapter, and first is the tissue. In this, the first focus area is the simple epithelium. Simple epithelium. Epithelium is the covering and lining tissue, and the epithelium with a single layer of cell is simple epithelium. The first simple epithelium is squamous epithelium. This is the epithelium with a single layer of cells, and the cells are flat. So it is formed of flat cells with irregular boundaries. So these are the two features of the cells present in the squamous epithelium. The cells are flat with irregular boundaries. So this is the epithelium with a single layer of cells of flat with irregular boundaries. This epithelium is present on the wall of blood vessels. എവിടെയാണ്? Wall of blood vessels and the lung alveoli or air sacs of lungs. So this epithelium is present in the wall of blood vessels and the air sacs of lungs or lung alveoli, and its function is diffusion. What is the function? It is diffusion. So squamous epithelium, flat cell, അതേപോലെ ആ സെൽസിന്റെ പ്രത്യേകത ബൗണ്ടറീസ് ഇറഗുലർ ആയിരിക്കും. അപ്പൊ ഇറഗുലർ ബൗണ്ടറിയുള്ള പരന്ന സെല്ലുകൾ കൊണ്ടുണ്ടാക്കിയ എപ്പിത്തീലിയത്തിനാണ് സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം എന്ന് പറയുക. ഇവ സ്മോൾ ബ്ലഡ് വെസൽസിന്റെ വാളിലും അതുപോലെ ലങ്സിലെ എയർ സാക്സിന്റെ, അവർക്കാണ് ലങ് ആൽവിയോള എന്ന് പറയാം, ആ ആൽവിയോളയുടെ വാളിലുമാണ് സ്ക്വാമസ് എപ്പിത്തീലിയം കാണുക. ഇവയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിഫ്യൂഷന്, അലൗ ദി പാസേജ് ഓഫ് മെറ്റീരിയൽസ് ബിറ്റ്വീൻ ദി എപ്പിത്തീലിയം. എപ്പിത്തീലിയത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തേക്കും വസ്തുക്കളെ കടത്തിവിടുകയും ചെയ്യും. അപ്പൊ ഇതാണ് സ്ക്വാമസ് എപ്പിത്തീലിയം. അപ്പൊ ഇതിൽ മൂന്ന് കാര്യങ്ങളാണ് ഓർക്കേണ്ടത് അല്ലേ? ഏത് ടൈപ്പ് സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയത്, എവിടെയാണ് കാണുക, എന്താണ് ഫംഗ്ഷൻ. സോ ദിസ് ഈസ് ദി ഫസ്റ്റ് വൺ. ദെൻ സെക്കൻഡ് ഈസ് ക്യൂബിക്കൽ എപ്പിത്തീലിയം ഓർ ക്യൂബോയിഡൽ എപ്പിത്തീലിയം. എന്താണ് ഒന്നാമത്തെ പ്രത്യേകത? ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് ക്യൂബ് ലൈക്ക് സെൽസ്, കമ്പോസ്ഡ് ഓഫ് ക്യൂബ് ലൈക്ക് സെൽസ്. സെൽസിന്റെ പ്രത്യേകത, സെല്ലുകൾ ക്യൂബ് ലൈക്ക് സെൽസ് ആയിരിക്കും. ദെൻ സെക്കൻഡ് ഈസ് ദേ ആർ ഫൗണ്ട് ഇൻ ദി ഡെക്സ് ഓഫ് ഗ്ലാൻസ്, സ്മോൾ ഡെക്സ് ഓഫ് ഗ്ലാൻസ് ആൻഡ് ദി ട്യൂബുലാർ പാർട്ട് ഓഫ് nephron or
kidney tubules, the wall of nephrons. So it is present in the small ducts of glands and the tubular part of nephrons like PCT, DCT, etc. And their function is secretion and absorption. So this is the cubical epithelium or cuboidal epithelium. ക്യൂബ് പോലെയുള്ള സെല്ല് കൊണ്ടുണ്ടാക്കിയ എപ്പിത്തീലിയം, അതാണ് cubical epithelium, formed of cube-like cells. എവിടെയൊക്കെയാണ്? In the wall of small ducts of glands, small ducts of glands, and the tubular part of nephron. Nephron ഒരു capsule, പിന്നെ കോയിൽഡ് ട്യൂബ്യൂളും ഉണ്ട്. ആ ട്യൂബ്യൂൾസിന്റെ വാളിലും ക്യൂബിക്കൽ എപ്പിത്തീലിയ കാണാം. എന്താ ഫംഗ്ഷൻ? രണ്ട് ഫംഗ്ഷനാ. ഒന്ന് secretion, production of certain chemicals, അതാണ് secretion, and second is absorption. So this is the second one, cubical epithelium. Then third is columnar epithelium. It is formed of tall column-like cells with basal nucleus. രണ്ട് പ്രത്യേകതയുള്ളത്. ഒന്നെന്താ? സെൽസ് ആർ ടോൾ ഓർ കോളം ലൈക്ക്, തൂണ് പോലെ നീളമുള്ള സെൽസ്. ആ സെൽസിന്റെ ന്യൂക്ലിയസ് എവിടെയാണ് ഉണ്ടാവുക? അവയുടെ ബേസിലാണ് ഉണ്ടാവുക. സോ ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് ടോൾ കോളം ലൈക്ക് സെൽസ് വിത്ത് ബേസൽ ന്യൂക്ലിയസ്, ആൻഡ് they are found in the wall of stomach and intestine. എവിടെയാ കാണുക? wall of stomach and intestine. നമ്മുടെ സ്റ്റൊമക്കിന്റെയും ഇൻറ്റസ്റ്റൈൻ്റെയും വാളിൽ ഉള്ള എപ്പിത്തീലിയാണ് കോളംനാർ എപ്പിത്തീലിയം. and their function is again secretion and absorption. ഇവയുടെ ഫംഗ്ഷനും സെക്രിഷനും അബ്സോർഷനുമാണ്. അപ്പൊ മൂന്നാമത്തെ എപ്പിത്തീലിയം കോളംനാർ എപ്പിത്തീലിയം, കോളം പോലുള്ള നീളമുള്ള സെല്ല് കൊണ്ട്, ആ സെല്ലുകളുടെ ന്യൂക്ലിയസ് ബേസിലായിരിക്കും, അങ്ങനെയുള്ള സെൽസ് കൊണ്ട് ഉണ്ടാക്കിയത്. അവക്കാണ് സ്റ്റൊമക്കിന്റെയും ഇൻറ്റസ്റ്റൈൻ്റെയും വാളിലാണ് ഉണ്ടാവുക. അവയുടെ ഫംഗ്ഷൻ സെക്രീഷൻ ആൻഡ് അബ്സോർഷൻ. സോ ദിസ് ഈസ് അബൌട്ട് ദി 3 types of simple epithelium: squamous, cubical and columnar. Then the diagram of these 3 are given below. You have to observe that 3 diagrams, and based on that diagram questions may be coming for the examination to identify the epithelium based on the diagram. അപ്പോൾ ഡയഗ്രവും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 3 ഡയഗ്രം ഉണ്ട്. ആ ഡയഗ്രം തന്നിട്ട് ചിലപ്പോൾ ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. എന്നിട്ട് അവയുടെ പ്രത്യേകത എഴുതാൻ പറയും, അല്ലെങ്കിൽ ഫങ്ഷൻസ് ഒക്കെ എഴുതാൻ പറയും. അപ്പോൾ അത് അറിയണം. Then in the case of cubical and columnar epithelium, there are microvilli on their free surface, and in a second group the free surface possess cilia and they are called ciliated epithelium. ചില ക്യൂബിക്കൽ കോളംനാർ എപ്പിത്തീലിയത്തിന്റെ ഫ്രീ സർഫസിൽ ചിലപ്പോൾ മൈക്രോവില്ല ഉണ്ടാവും, അല്ലെങ്കിൽ സീലിയ ഉണ്ടാവും. സീലിയ ഉണ്ടെങ്കിൽ അവർക്ക് സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയും. അങ്ങനെയുള്ള സീലിയേറ്റഡ് എപ്പിത്തീലിയം നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ, ബ്രോങ്കസിൽ കാണാൻ പറ്റും, അതുപോലെ ഫലോപ്പിയൻ ട്യൂബിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ 3 പഠിച്ചിരിക്കുക. ഓക്കെ. ദെൻ അഡീഷണലി വിത്ത് ദിസ് എപ്പിത്തീലിയം we have to know the cell junctions. So next is cell junction. So you know, in epithelium there is no matrix. Instead the cells are held together by cell junctions. There are 3 types of cell junctions. One, the tight junction, tight.
These are the cell junctions which do not allow the movement of substances across the cells. സെൽസിന്റെ ഇടയിലൂടെ വസ്തുക്കളുടെ മൂവ്മെന്റ് അനുവദിക്കാത്ത സെൽ ജംഗ്ഷൻസിനാണ് ടൈറ്റ് ജംഗ്ഷൻസ് എന്ന് പറയുക. ദി സെൽ ജംഗ്ഷൻസ് വിച്ച് സ്റ്റോപ്പ് ദി സബ്സ്റ്റൻസസ് മൂവിങ് അക്രോസ് ദി ടിഷ്യൂ, അക്രോസ് ദി സെൽസ്. ദീസ് tight junctions helps to stop the leakage of substances, leaking of substances across the tissue. Then second is adhering junction, adhering cell junctions. These are the cell junctions which helps to hold the individual cells together in a tissue. ഒരു ടിഷ്യൂലെ സെല്ലുകളെ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്ന സെൽ ജംഗ്ഷൻസിനാണ് അഡ്ഹറിംഗ് ജംഗ്ഷൻസ് എന്ന് പറയാം. ഹെൽപ്സ് ടു ഹോൾഡ് ടുഗെദർ ദി സെൽസ് ഇൻ എ ടിഷ്യൂ. ആൻഡ് തേർഡ് ഈസ് ഗ്യാപ്പ് ജംഗ്ഷൻസ്. ഗ്യാപ്പ്. So these are the cell junctions which allow the movement of substances between the cells because the cytoplasm of adjacent cells are connected together, and so simple ions, simple molecules or even large molecules can pass between the cells. മൂന്നാമത്തത് ഗ്യാപ്പ് ജംഗ്ഷൻ. ഈ സെൽ ജംഗ്ഷൻസിൻ്റെ ഇടയിൽ കൂടെ വസ്തുക്കൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ കഴിയും. അയോണുകൾക്ക് ചെറിയ മോളിക്യൂൾസ്, ചില കേസിൽ വലിയ മോളിക്യൂൾസ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ പറ്റും. കാരണം അവരുടെ സൈറ്റോപ്ലാസം തമ്മിൽ കോണ്ടാക്ട് ചെയ്യാനുള്ള ഗ്യാപ്പുകളുണ്ട്. ഇതിനാണ് ഗ്യാപ്പ് ജംഗ്ഷൻസ് എന്ന് പറയുക. ഒരു ടിഷ്യൂലെ സെല്ലുകളെ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്ന ജംഗ്ഷൻസിനാണ് സെൽ ജംഗ്ഷൻസ് എന്ന് പറയുക. അത് 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ടൈറ്റ് ജംഗ്ഷൻ, അതിലൂടെ ഒരു വസ്തുക്കളെയും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ അനുവദിക്കൂല. രണ്ടാമത്തത് അഡ്ഹറിംഗ് ജംഗ്ഷൻ, അത് സെല്ലുകൾ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്താൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തത് ഗ്യാപ്പ് ജംഗ്ഷൻ, അതിൻ്റെ ഇടയിലൂടെ വസ്തുക്കളുടെ മൂവ്മെന്റ് അനുവദിക്കും. അപ്പൊ ഈ 3 സെൽ ജംഗ്ഷൻസും പഠിച്ചിരിക്കണം. ഇത്രയാണ് എപ്പിത്തീലിയത്തിലെ 2 ഫോക്കസ് ഏരിയകൾ. Then next is connective tissue. The second tissue is connective tissue. So in connective tissue, there is only one focus area, and that is the functions of important connective tissues. You have studied different connective tissues like areolar tissue. One is areolar tissue. This areolar tissue form the basic framework for epithelium. The function form the basic framework for the epithelium. ഒരു എപ്പിത്തീലിയത്തിന് ആവശ്യമായിട്ടുള്ള ബേസിക് ഫ്രെയിംവർക്ക് ഉണ്ടാക്കുക എന്നതാണ് ആരിയോളാർ ടിഷ്യൂവിന്റെ പ്രത്യേകത. സ്കിന്നിന്റെ അടിയിൽ കാണുന്ന ടിഷ്യൂ ആണ്. ദെൻ സെക്കൻഡ് ഈസ് അഡിപ്പോസ് ടിഷ്യൂ. രണ്ടാമത്തേത് ഏതാ? അഡിപ്പോസ് ടിഷ്യൂ. ഇതിന്റെ ഫംഗ്ഷൻ എന്താ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? എന്താ? യെസ്, സ്റ്റോറേജ് ഓഫ് ഫാറ്റ്. സോ സെക്കൻഡ് ഈസ് അഡിപ്പോസ് ടിഷ്യൂ ഫോർ ദി സ്റ്റോറേജ് ഓഫ് ഫാറ്റ്. ആൻഡ് തേർഡ് ഈസ് ടെൻഡൻ. ഏതാ മൂന്നാമത്തെ? ടെൻഡൻ. എവിടെയാണ്? അറ്റ് ദി ടിപ്പ് ഓഫ് മസിൽസ്, skeletal muscles. And what is its function? It connect or attach muscles to bones. മസിലുകളെ ബോണുമായി ബന്ധിപ്പിക്കുന്ന കണക്റ്റീവ് ടിഷ്യൂനാണ് ടെൻഡൻ എന്ന് പറയുക. ആൻഡ് ഫോർത്ത് വൺ ഈസ് ലിഗമെന്റ്. എന്താ ഫംഗ്ഷൻ? അറ്റാച്ച് എ ബോൺ
ടു അനദർ ബോൺ. ഒരു ബോണിനെ വേറൊരു ബോണുമായിട്ട് അറ്റാച്ച്. എവിടെ? ജോയിൻസിൽ. ഇപ്പൊ ജോയിന്റിൽ ഒരു ബോണിനെ മറ്റേ ബോണുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂനാണ് ലിഗമെന്റ് എന്ന് പറയാം. ദീസ് ആർ ദി 4 connective tissues and their functions. First one, areolar tissue, form the basic framework for the epithelium. Second, adipose tissue for the storage of fat. Third, tendon for the attachment of muscles to bone. And fourth, ligament for the attachment of bone to another bone in a joint. Clear? Then which is the third tissue? Next tissue? Yes, muscles. Muscle tissue. Then in the muscle tissue, you have to know the comparison of 3 muscles by looking or observing their picture. Picture base ചെയ്തുകൊണ്ട് 3 മസിൽസിനെ കമ്പയർ ചെയ്യുക എന്നതാണ് ഇതിലെ ഫോക്കസ് ഏരിയ. So you know the 3 muscles. One is skeletal muscle. Skeletal muscle. Second is smooth muscle. And third is cardiac muscle. ഇതാണ് 3 തരം മസിൽസ്. ഈ പേരെങ്ങനെ കിട്ടിയത്? Yes, based on their position. So skeletal muscles are attached to endoskeleton or bone. Skeleton. Skeletonുമായിട്ട് അറ്റാച്ച് ചെയ്ത മസിൽസിനാണ് skeletal muscle എന്ന് പറയാം. Second is smooth muscle. They are also called visceral muscles. Based on their position, they are called visceral muscles. So they are present on the wall of internal organs. Internal organs in the വാളുകളിലാക്കാണ്. ലൈക്ക് ദി ബ്ലഡ് വെസൽസ്, എലിമെന്ററി കനാൽ എക്സെട്ര. ബ്ലഡ് വെസൽസ് അതുപോലെ എലിമെന്ററി കനാൽ മുതലായ ഇന്റേണൽ ഓർഗൻസിന്റെ വാളിൽ കാണുന്ന മസിൽസിനാണ് സ്മൂത്ത് മസിൽ എന്ന് പറയുക. അത് വിസറൽ മസിൽ എന്നാണ് പൊസിഷന്റെ അടിസ്ഥാനത്തിൽ പറയുക. പക്ഷെ അവ ഫേമസ് ആയത് വേറൊരു ക്യാരക്ടർ കൊണ്ടാണ്. അതുകൊണ്ടാണ് അവർക്ക് സ്മൂത്ത് മസിൽ എന്ന് പറയുന്നത്. ആൻഡ് തേർഡ്, കാർഡിയാക്. കാർഡിയാക് എന്ന് പറഞ്ഞാൽ എന്താ? Heart. So present on heart. So this is the first comparison or first differences between the 3. Then second is the presence or absence of alternate dark and light bands known as striations. In skeletal muscle there are striations. So striations present. In smooth muscle, striations are absent, and so they got the name smooth muscle due to the absence of striations. And in cardiac muscle, striations are present. ഇതാണ് രണ്ടാമത്തത്. Striations present, striations absent, and striations present. Then third is the type of the muscle fiber. Muscle fibers are the modified cells present in the muscle tissue. And in skeletal muscle, muscle fibers are cylindrical. So it is formed of cylindrical muscle fibers. But in smooth muscle, the muscle fibers are spindle shaped or fusiform, formed of fusiform muscle fibers. And the cardiac again cylindrical and branched. Branching cardiac muscles-ലാക്കാണ്. So this is the third one. Then fourth, about their action. Skeletal muscles are voluntary, can be worked according to our will. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കതിനെ ചലിപ്പിക്കാൻ കഴിയും. ഇപ്പൊ ഇവിടെയുള്ള മസിൽസ് ചലിക്കുമ്പോഴാണ് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുക. ഇത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചലിപ്പിക്കാൻ കഴിയും. ഇതിനാണ് വോളണ്ടറി എന്ന് പറയാ. ബട്ട് സ്മൂത്ത് മസിൽസ് ആർ ഇൻവോളണ്ടറി ആൻഡ് കാർഡിയാക് മസിൽസ് ആർ ആൾസോ involuntary.
നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചലിപ്പിക്കാൻ കഴിയൂല, നോൺ ഇൻവോളണ്ടറി. Then another difference is in cardiac muscle, for working as a single unit, the different muscle fibers are interconnected, and at the junction they form a disc-like structure, and it is called intercalated disc. കാർഡിയാക് മസിൽസിൽ ഒരു സ്റ്റിമുലസ് വന്നാൽ തൊട്ടടുത്തുള്ള മസിൽ ഫൈബേഴ്സിലേക്കൊക്കെ അത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മസിൽ ഫൈബേഴ്സ് തമ്മിൽ കണക്ഷൻസ് ഉണ്ട്. ആ കണക്ട് ചെയ്തോടത്ത് കൃത്യമായിട്ട് അവയെ യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ഡിസ്ക് പോലെ കാണാൻ പറ്റും. അതിനാണ് ഇന്റർകലേറ്റഡ് ഡിസ്ക് എന്ന് പറയുക. ആ ഇന്റർകലേറ്റഡ് ഡിസ്ക് ഉള്ളത് കൊണ്ട് അവർക്ക് ഒരുമിച്ച് ഒരു യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം വർക്കിംഗ് സ്ട്രോങ് ആയിട്ട് മാറും. അതിനാണ് ഇന്റർകലേറ്റഡ് ഡിസ്ക്. ദാറ്റ് ഇന്റർകലേറ്റഡ് ഡിസ്ക് ഈസ് ആബ്സെന്റ് ഇൻ സ്കെലിറ്റൽ മസിൽ, again absent in smooth muscle, but it is present in cardiac muscle. So these are the differences between the skeletal, smooth and cardiac muscles. Again, there are many other differences like the number of nucleus, etc. So you have to know these differences by observing their picture. I am giving the picture below. By observing that picture, you have to differentiate which one is skeletal, smooth and cardiac, and know at least 2 or 3 differences between them. Clear? So this is about the third one, muscle tissue. Then fourth one is neural tissue. You know, the neural tissue is formed of 2 types of cells, the neurons and the neuroglia cells. In this, you have to know only one point, that is the function of neuroglial cells. So the function of neuroglial cells is, what is the function? Protection and support of neurons. So the function is protection and support of neuron. Neurons are doing the function of neural tissue, and for protecting that neuron and supporting the neuron, there are neuroglial cells which form more than 50% of the neural tissue. So neural tissue നിങ്ങൾക്ക് അറിയേണ്ടത് ന്യൂറോഗ്ലിയ സെൽസിന്റെ ഫംഗ്ഷൻ എന്താ? ഫംഗ്ഷൻ ന്യൂറോണുകളെ സപ്പോർട്ട് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇത്രയുമാണ് ടിഷ്യൂവിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, വെരി സിമ്പിൾ. ഇതിൽ 2 ചിത്രങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ക്ലിയർ?